വിദ്യാർത്ഥികൾക്ക് വേണ്ടി നാളെ നമ്മുടെ നാടിൻ്റെ ഒരു സ്പന്ദനമായി ഇവിടെ വളരെ രസകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ക്ലബിൻ്റെ അവരുടെ ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ്. ഔപചാരികമായ ഉദ്ഘാടനമാണ്. കഴിഞ്ഞ 33 കൊല്ലമായി അവർ ഈ മണ്ണിൽ ഒരു വളരെ ശാന്തമായ ഒരു കാറ്റുപോലെ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ കാഴ്ചകൾ, അവരുടെ വിശേഷങ്ങൾ, അവരുടെ അനുഭവങ്ങൾ, ഇക്കാലം അത്രയും കണ്ടംപററിയിൽ അവർ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ പങ്കുവെക്കാൻ നമ്മുടെ സൂപ്പർ ചലഞ്ച് എന്ന് പറയുന്ന ക്ലബിൻ്റെ സ്കോർ എന്ന് പറയുന്ന സംഘടനയുടെ ആളുകൾ നമ്മളോട് ചേരുന്നുണ്ട്. ഇനി കാഴ്ചകളിലേക്കാണ് സ്കോറിൻ്റെ സൂപ്പർ ചലഞ്ചിൻ്റെ അണിയറ പ്രവർത്തകരുടെ വാക്കുകളിലേക്ക് കിടക്കാം. ഈ നാളെ അവരുടെ ഉദ്ഘാടന പരിപാടിയാണ്, മറക്കണ്ട. വൈകിട്ട് ഗാനമേള ഉൾപ്പെടെയുള്ള പരിപാടികളുണ്ട് കണ്ടംപററിയിൽ. ആർമംഗലം വന്നതിനടുത്താണ് പരിപാടി. എല്ലാവരെയും ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ് അവരുടെ വാക്കുകളിലേക്ക്. 91 ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഒരു കൂട്ടായ്മ, ഒരു സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയാണ്. ഇന്ന് ഒരു വലിയൊരു മുഹൂർത്തത്തിൽ നിൽക്കുകയാണ്. കാരണം ഒരു പുതിയ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഇനാഗ്രേഷനാണ് നാളെ നടക്കാൻ പോകുന്നത്. 91 ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി രൂപീകരിച്ച ഒരു സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികളുടെ ഒരു സംഘടനയായിരുന്നു. അത് രൂപീകരിച്ച് 93 അതിൻ്റെ രജിസ്ട്രേഷൻ എടുത്തു. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ സാമൂഹിക സാംസ്കാരിക കണ്ണമ്പ്രയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സന്നദ്ധ സംഘടന. അതുപോലെ സാമൂഹിക പ്രവർത്തനങ്ങൾ, എന്താ പറയുക, നമ്മളെ വിവാഹം, സമൂഹ വിവാഹം, അതുപോലെ ഒരു സ്റ്റേജ് ഷോ. കാരണം സിറ്റികളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ഷോ അത് നമ്മളുടെ ഒരു നാട്ടിൻപുറത്ത് കൊണ്ടുവന്ന ആദ്യത്തെ ഒരു സന്നദ്ധ സംഘടന എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അതുപോലെ പല മെഡിക്കൽ സഹായങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള ഒരു ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്ന സന്നദ്ധ സംഘടനയ്ക്ക് സ്വന്തമായൊരു ബിൽഡിംഗ് എന്നുള്ള നിലയ്ക്ക് വിശ്വനാഥമംഗലത്ത് നമ്മളിന്ന് ഒരു ബിൽഡിങ്ങിൻ്റെ നാളെ ഉദ്ഘാടനം ചെയ്യണം. നമ്മൾ ബഹുമാനപ്പെട്ട ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മയും ജയരാജ് വായലും ചേർന്ന് നാളെ ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിനുശേഷം ഒരു പരിപാടികളും ഉണ്ട്. അപ്പോൾ അങ്ങനെ വളരെയധികം രീതിയിൽ നമ്മൾ സന്നദ്ധ സംഘടനയുടെ ഒരു ഉദ്ഘാടനത്തിലെ ഒരു സന്തോഷം കൊണ്ട് നമുക്ക് തിരിക്കാൻ അത്ര ഒരു വേദിയിലായിരിക്കാം നമ്മൾ ആക്ച്വലി. കാരണം പല പ്രവർത്തനങ്ങൾ, സാമൂഹിക പ്രവർത്തനങ്ങൾ നടന്നെങ്കിൽ സ്വന്തമായ ഒരു ബിൽഡിംഗ് എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നില്ല. ആ ഒരു ബിൽഡിംഗ് എന്നുള്ള സ്വപ്നം ഞങ്ങൾക്ക് നാളെ പൂവണിയാണ്. ആ ഇതിലേക്ക് ഞങ്ങൾ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യും. സൂപ്പർ ചാലഞ്ച് എന്ന് പറഞ്ഞ പേരിൽ ഞങ്ങൾ 1991 തുടങ്ങിയ ഒരു ക്ലബ്ബാണ്. കുട്ടികൾ ക്രിക്കറ്റ് കളിച്ച് തുടങ്ങിയ, ഞങ്ങളെല്ലാവരും അന്ന് കുട്ടികളായിരുന്നു, കളിച്ചു തുടങ്ങിയ ക്ലബ്ബ് 2000-ന് ശേഷം പല സ്റ്റേജ് ഷോകളും സമൂഹങ്ങളും പ്രസിഡന്റ് പറഞ്ഞ പോലെ നടത്തി. 2016 ഞങ്ങൾ സൂപ്പർ ചാലഞ്ച് എന്ന് പറയുന്ന ക്ലബിനോട് അനുബന്ധിച്ച് തന്നെ സ്കോർ എന്ന് പറയുന്ന സൂപ്പർ ചാലഞ്ച് ചാരിറ്റി ഓർഗനൈസേഷൻ ഫോർ റിഹാബിലിറ്റേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പോഷക സംഘടന ചാരിറ്റിയായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങി. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി. ഇതെല്ലാം ചെയ്യുന്നു. പക്ഷേ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭൂമിയോ അതുപോലെ തന്നെ ബിൽഡിംഗ് എന്ന് പറയുന്ന സ്വപ്നം ഇപ്പോഴാണ് പൂവണിയുന്നത്. അതിൻ്റെ ഉദ്ഘാടനമാണ് നാളെ. എല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വരണം. ഞങ്ങൾ ഇതേവരെ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ആ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മളാണ് മുമ്പിൽ നിന്നത്. അന്നത്തെ ഒരു വെള്ളപ്പൊക്കവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെയാണ് മുമ്പിൽ നിന്ന് ആ ഒരു ഇതായിട്ട് പറയല്ല, ആ ഒരു കാര്യം അത്രയ്ക്ക് നമ്മളൊന്നും ചെയ്തു ആ ഒരു ഇതായിട്ട് പറയുന്ന കാര്യങ്ങളല്ല. പക്ഷെ എല്ലാവരും കാര്യങ്ങൾ എല്ലാ നാട്ടിൽ എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മളുണ്ട് ഒപ്പം. അത്രയ്ക്കുള്ളൂ. സൂപ്പർ ചലഞ്ച് ക്ലബ്ബ് എല്ലായിടത്തും ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ? വിവാഹം 2010 നടത്തിയതിന് ശേഷം നമ്മുടെ ക്ലബ്ബ് ഒരു വേറെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ മേഖലയിലേക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് വർക്ക് ചെയ്യാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഒരു ഫലമായിട്ട് 2016 സ്കോർ എന്ന സംഘടന ഒഫീഷ്യലായിട്ട് ഇൻറ്റിഗ്രേഷൻ ചെയ്ത് 2017-ലും 2016-ലും 2018-ലും സ്കോളർഷിപ്പ് നടത്തി PK വർഗീസ് ഫൗണ്ടേഷൻ്റെ സഹായത്തോടെ സ്കോളർഷിപ്പ് കണ്ണമ്പ്ര പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിലുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സ്കോറിൻ്റെ പേരിൽ ഒരു സ്കോളർഷിപ്പ് നടത്തുകയും അതിനുശേഷം പ്രളയ സമയത്തും കോവിഡ് സമയത്തും ഇവിടെ നമുക്കാവുന്ന പോലെ പഞ്ചായത്തുമായി സഹകരിച്ച് പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിച്ചു. ഇത്രയും ചെയ്തുകൊണ്ട് മുന്നേറുന്ന ഞങ്ങൾ ഇനി അടുത്ത ഒരു
കാൽവെപ്പ് നടത്തുകയാണ്. അതായത് സ്കോർ വില്ലേജ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു സ്വപ്നം. പാവപ്പെട്ട ഒരു പാർപ്പിടമില്ലാത്ത ആൾക്കാർക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം നൽകിക്കൊണ്ട് അവർക്ക് ഒരു പാർപ്പിടം ഉണ്ടാക്കുക എന്ന ഉദ്യമത്തിലേക്ക് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഓൾറെഡി നമ്മുടെ കണ്ണമ്പ്ര പഞ്ചായത്തിലൊരാൾക്ക് ഞങ്ങളുടെ സഹായം നൽകിക്കൊണ്ട് സ്കോർ എന്ന വില്ലേജ് എന്ന കൺസെപ്റ്റ് ഞങ്ങൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ ആൾക്കാരിലേക്ക്, കൂടുതൽ പാവപ്പെട്ട കുടുംബങ്ങളിലേക്ക് അവർക്കൊരു വീട് വയ്ക്കുന്ന സമയത്ത് അവർക്ക് അതിനു വേണ്ട സഹായങ്ങൾ ഞങ്ങളുടെ സൈഡിൽ നിന്ന്, സ്കോറിൻ്റെ സൈഡിൽ നിന്ന് കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഈ നല്ലവരായ നാട്ടുകാരിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. ഞങ്ങൾ വിദ്യാർത്ഥികളായിട്ടിരിക്കുന്നു, അത് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആ സമയത്ത് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ള വാരുകുന്ന് ഗ്രൗണ്ടിലാണ് ക്രിക്കറ്റ് കളിച്ചത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു, ഈ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട്, അന്ന് ക്ലബ്ബല്ല, ഒരു കൂട്ടായ്മ മാത്രമാണ്, ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത സാധനം. അതിലൂടെ ആ ബന്ധം ഊട്ടി ഉറപ്പിച്ച് അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ലാതെ സൗഹൃദം മാത്രം മുൻനിർത്തിക്കൊണ്ട് തുടങ്ങിയ ഒരു സംഘടനയാണ്. അന്ന് സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് ഇല്ല. അതിനുശേഷം വാടകയ്ക്ക് ഒരു ചെറിയൊരു റൂമിൽ ഈ ആർമംഗലം വന്നിട്ട് കൃഷ്ണാർമംഗലം വന്നിട്ടുള്ള ഒരു ചെറിയ റൂമിൽ സ്റ്റാർട്ട് ചെയ്തു. വായനാശീലം വളർത്താൻ വേണ്ടിയിട്ട് നമ്മളാദ്യം ന്യൂസ് പേപ്പർ ആദ്യമായിട്ട് ഇവിടെ, അതിന് മുമ്പ് ഉണ്ടായിരുന്ന ക്ലബ്ബുകളിലൊക്കെ വെറുതെ ക്യാരം ബോർഡ് കളിച്ചും ഒക്കെ പോകുന്ന ആ സമയങ്ങളിൽ ഇതെല്ലാം വിദ്യാർത്ഥികളായതുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസപരമായ ഉയർച്ചയ്ക്ക് കൂടി വേണ്ടിയിട്ടും ഭാഷയുമായിട്ടൊരു അടുപ്പം വരുന്നതിന് വേണ്ടിയിട്ടും പേപ്പറുകൾ വരുത്തി അത് സ്ഥിരമായിട്ട് അതിനകത്ത് ഏറ്റവും ചെറിയ കുട്ടികളെ കൊണ്ട് അതിനെ ദിവസവും വായിപ്പിച്ച് ആ വാർത്തകളിൽ ഓരോ ദിവസവും കാണുന്ന വാർത്തകളിൽ എന്താണ് ലോകത്ത് നടക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്നത്, കേരളത്തിൽ നടക്കുന്നത്, നമ്മുടെ പാലക്കാട് ജില്ലയിൽ നടക്കുന്നത്, ഇതെല്ലാം അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്കതിൽ, അതായത് വായനാശീലം വളർത്തുന്നതിന് വേണ്ടി നമ്മൾ പേപ്പർ കൊണ്ടുപോകും. അതിനുശേഷം ഈ കണ്ണമ്പ്രയിലെ കലാകായിക സാംസ്കാരിക മേഖലകളിലെല്ലാം ഈ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ കേരളോത്സവം ഇന്ന് വലിയ പ്രസക്തി ഇല്ലെങ്കിലും ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇവിടെയുള്ള ഏറ്റവും വലിയ ഉത്സവമായിട്ട് ഞങ്ങൾ കണ്ടിരുന്ന കേരളോത്സവം. അതിന് ഈ കണ്ണമ്പ്ര പഞ്ചായത്ത് എല്ലാ വർഷവും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കുന്ന കേരളോത്സവത്തിന് ആ പരിപാടി ഭംഗിയാക്കാൻ ആദ്യം സമീപിച്ചിരുന്നത് ഞങ്ങളെയാണ്. കാരണം അതിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ആര് ഭരിക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു രാഷ്ട്രീയം നോക്കാതെ ഈ ഇവിടെയുള്ള നമ്മളുടെ ക്ലബ്ബിലാണെങ്കിലും ശരി അല്ലാതെയുള്ള യുവാക്കളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ഷട്ടിൽ ടൂർണമെൻറ്റ് പോലെ കയ്യിൽ പൈസ ഇല്ലാത്ത, അതായത് ഇപ്പോഴത്തെ രീതിയിലുള്ള ജീവിതം അല്ല എന്നത് അറിയാവുന്ന. പിന്നെ അതിലൊരു ഗുണം ആയിട്ട് ഞാൻ അന്ന് കണ്ടുന്ന, അന്ന് കമ്പ്യൂട്ടറില്ല, മൊബൈൽ. ഇപ്പോഴത്തെ കുട്ടികൾ ഭൂരിഭാഗവും കമ്പ്യൂട്ടറും മൊബൈലുകളിലും ആഴ്ന്നിറങ്ങി പുറത്തുള്ള ഒരു കാര്യത്തിനും ബന്ധപ്പെടാത്ത സമയങ്ങളിൽ ഇവിടെയുള്ള ഈവൻ കണ്ണമ്പ്ര വേല മുതലുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട്, എന്നുവെച്ചാൽ നമ്മളുടെ പ്രായത്തിനനുസരിച്ചിട്ട് നമ്മളതിനകത്ത് ഇടപെട്ടുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ. പിന്നീട് ഈ 91 തുടങ്ങി ഈ ഒരു ബിൽഡിംഗ് വേണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മളുടെ പ്രിയ മെമ്പർ വിജേഷിൻ്റെ പുരയിടത്തിൽ ഒരു ചെറിയൊരു ബിൽഡിംഗ് ആദ്യം ഞങ്ങൾ തുടങ്ങി. പിന്നീട് വലുതായി കഴിഞ്ഞപ്പോൾ അവർക്ക് വീട് കാര്യങ്ങൾ വെക്കേണ്ട ആവശ്യം വന്നുകൊണ്ട് അതിനെ ഒഴിവാക്കി കുറച്ചു കാലം ബിൽഡിംഗ് ഇല്ലാതെ കുറച്ചു കാലം നടന്നു. അതിനുശേഷം പിന്നീട് എല്ലാവരും മുതിർന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരിൽ നിന്നും കോൺട്രിബ്യൂഷൻസ് സ്വീകരിച്ചിട്ടാണ് ഇപ്പോൾ നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന ഈ ബിൽഡിംഗ് നമ്മൾ ഉണ്ടാക്കിയത്. ചെറുതെങ്കിലും ഇത്രയും കാലം ഇപ്പോൾ പറഞ്ഞ പോലെ 33 വർഷം ആയി. അതിനുള്ളിൽ നമുക്ക് ഇത്രയും സൗകര്യപ്രദമായൊരു സ്ഥലത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. ആ യാത്രയിൽ നമ്മൾ 99 പ്രതിഭാസംഗമം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഇപ്പം മെഗാ ഷോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും വലിയ കാര്യമില്ലാത്തതാണ്. കാരണം ടി വിയിലാണെങ്കിലും പുറത്താണെങ്കിലും ഇഷ്ടംപോലെ നമ്മൾ കാണുന്നതാണ്. ഈ കണ്ണമ്പ്ര പോലെ ഒരു റിമോട്ടായിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു മെഗാ ഷോ ആദ്യമായിട്ട് കൊണ്ടുവന്ന് നമ്മളാണ്. അപ്പം നാളത്തെ നമ്മുടെ ഉദ്ഘാടകരിലൊരാളായ ജയരാജ് വാര്യരായിരുന്നു അന്നത്തെ ചീഫ് ഗസ്റ്റും അതിനകത്ത് പ്രധാനമായിട്ടുള്ള കാരിക്കേച്ചർ ഷോയും അവതരിപ്പിച്ചിരുന്നു. പിന്നീട് അതിനുശേഷം നമ്മൾ ഒരുപാട് പരിപാടികൾ സിനിമാ രംഗത്തെയും മിമിക്രി ലോകത്തെയും മറ്റ് കലാരംഗങ്ങളിലുള്ള ഒരുപാട് പേരെ ഉൾപ്പെടുത്തിയിട്ട് കലാസബര്യ എന്ന പേരിലും സമന്വയ എന്ന പേരിലുമൊക്കെ തുടർച്ചയായിട്ട് പരിപാടികൾ നടത്തിയിരുന്നു. അതിന് ഈ നമ്മുടെ കണ്ണമ്പ്രയിലുള്ള
ഒരു 100% തന്നെ പറയാം, എല്ലാവരും തന്നെ അതിൽ പങ്കെടുത്തുണ്ട്. അന്ന് നമ്മളത് മംഗല്യ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ പരിപാടികൾ നടത്തിയത്. കാരണം നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് പുറത്ത് ഒരു ഓപ്പൺ സ്റ്റേജ് നടത്തിയാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാലമായിരുന്നതുകൊണ്ട് നമ്മളത് മംഗല്യ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിന് ഈ നാട്ടിലെ എല്ലാവരുടെയും സഹായവും സഹകരണവും പങ്കാളിത്തവും അതിൽ ഉറപ്പുവരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ജനങ്ങളുടെ പങ്കാളിത്തം ഇതിൻ്റെ പിന്നിലുള്ള ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളിലും മുന്നിട്ടിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ പ്രളയം വന്നു, 2018 പ്രളയ സമയത്ത് ഈ വെള്ളം കയറാത്ത ആകെ ആലത്തൂർ, കേരളത്തിലെ ആകെ ഒരു പ്രദേശം എന്ന് പറയാവുന്നത് നമ്മുടെ ആലത്തൂർ താലൂക്കിൻ്റെ ഏകദേശം നടുക്കായിട്ട് കിടക്കുന്ന ഈ കണ്ണമ്പ്ര ഉൾപ്പെട്ട് കിടക്കുന്ന കണ്ണമ്പ്ര പഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖലയാണ്. നമുക്ക് പുറത്തു പോകാൻ നിർത്തിയില്ല, പുതുക്കോട് ഭാഗത്തേക്ക് പോകാൻ നിർത്തിയില്ല. അവിടെ തോട് നിറഞ്ഞ് കിടക്കുന്നുണ്ട്. തെല്ലാവരം വഴി ആണെങ്കിൽ ഗായത്രിപ്പുഴ നിറഞ്ഞ് കിടക്കുന്നുണ്ട്. തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാൻ നിർത്തിയില്ല. പക്ഷേ ഇതിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവർക്കുള്ള സഹായങ്ങൾ എത്തിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുകയും ചെയ്തു. അതിൽ നമ്മൾ ഒരുപാട് വിജയം കൈവരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 5 പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുത്തു. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ശോഭയുടെ പേരിൽ എല്ലാ വർഷവും ഇവിടെ നടക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി-മില്യൺ നടത്തുന്നൊരു പരിപാടി. ഇതങ്ങനെ നമ്മൾ സാധാരണക്കാരായ ആൾക്കാർ നമ്മളെ പ്രോത്സാഹിപ്പിക്കാനും നമ്മളോടൊപ്പം നിൽക്കാനും കഴിയുന്ന ആൾക്കാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു 5 കുട്ടികളുടെ വിവാഹം നല്ല ഭംഗിയായിട്ട് ഈ മംഗല്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു സാധാരണ ഒരു നല്ല രീതിയിലുള്ളൊരു വിവാഹം നടത്തുന്ന രീതിയിൽ നാട്ടുകാരെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ കുടുംബങ്ങളിൽ നടക്കുന്ന വിവാഹം പോലെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ നമ്മൾ നടത്തി. അന്ന് കല്യാണം കഴിഞ്ഞ ആൾക്കാരെല്ലാം കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ്. അത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട്. പിന്നെ ഈ ഇതിനൊരു പേരിട്ട ഒരാളുണ്ട്, ഈ സൂപ്പർ ചാലഞ്ച് എന്ന പേരിട്ട നമ്മുടെ ഒരു മെമ്പർ. അന്ന് ഒരുപാട് ചർച്ചയുള്ള കാര്യങ്ങളാണ് ഇതിനൊരു പേരിടുന്നത്. സൂപ്പർ ചാലഞ്ച് എന്ന് പേരിട്ടത് രാജേഷ് വർഗീസാണ്. അതായത് ഈ പേരിൽ സാധാരണ ഒരു മലയാളത്തിലുള്ള പേരൊക്കെ അന്വേഷിച്ച് നടന്നെങ്കിലും നമ്മൾ അവസാനം നമ്മൾ ചലഞ്ചേഴ്സ് തന്നെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ ഒരു പേരിട്ടത്. ഇപ്പോഴും അതേ പേരിൽ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. നമ്മൾ അന്ന് തുടക്കകാലത്താണെങ്കിൽ നമ്മളൊരു ആൺകുട്ടികളും പെൺകുട്ടികളായിട്ട് ഒരുപാട് പേരുണ്ടാകും. പിന്നീട് മുതിർന്നവരൊക്കെ വിവാഹം കഴിഞ്ഞ് പോയതിന് ശേഷം പലരും ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പല ഭാഗത്തേക്ക് മാറിയതുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് എത്തിക്കാനായിട്ട് പിന്നീട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് വന്നു. എന്നാലും നമ്മളൊരു പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്യുമ്പോൾ ഈ പുറത്തു പോലുള്ള ആൾക്കാർ, ഇപ്പോൾ വിദേശത്തുള്ള ആൾക്കാരാണെങ്കിലും ഇന്ത്യക്ക് അകത്ത് കേരളത്തിന് പുറത്തുള്ള ആൾക്കാരാണെങ്കിലും കൃത്യമായിട്ട് ഈ കാര്യങ്ങൾക്ക് ഇവിടെ കൂടിച്ചേരാറുണ്ട്. നമുക്കതിനുള്ള സാമ്പത്തികമായിട്ടും അല്ലാത്ത രീതിയിലുമുള്ള എല്ലാ സഹായങ്ങളും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഇതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രളയത്തിൻ്റെ സമയത്ത്, അതുപോലെ ജനകീയാസൂത്രണത്തിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് ചെയ്യുന്ന പരിപാടിയാണെങ്കിലും ഇവിടെ അതിന് മുൻകൈ എടുത്ത് നിൽക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. അതുപോലെ നെഹ്റു യുവ കേന്ദ്രയിൽ അഫിലിയേഷൻ കിട്ടിയിട്ടുള്ള ഈ നമ്മുടെ പ്രദേശത്തെ ആദ്യത്തെ ക്ലബ്ബ് എന്ന് വേണമെങ്കിൽ തന്നെ ഇതിനെ പറയാം. പിന്നീടുള്ള നമ്മുടെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അതിലെന്ന് വെച്ചാൽ എല്ലാവരും ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് പല ഭാഗത്തായിട്ട് പോയെങ്കിലും ഇപ്പോഴൊരു 5-8 വർഷത്തോളമായിട്ട് എല്ലാവരും വീണ്ടും പഴയ പോലെ തന്നെ, അതായത് ഒരു കുട്ടിക്കാലം തിരിച്ചു വന്ന പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. ആ പണ്ട് എങ്ങനെയായിരുന്നു ഈ പറയുന്ന ആൾക്കാരൊക്കെ തന്നെ അന്നും ഉണ്ടായിരുന്നു, തുടക്കകാലത്തുണ്ടായിരുന്ന അവരെല്ലാവരും തന്നെ ഇപ്പോഴും തിരിച്ചു വന്ന് പ്രായമായി എന്നുള്ള മാത്രമല്ല, 45-50 വയസ്സിനിടയിലേക്ക് എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും ആ ഒരു 15 വയസ്സുകാരുടെ മനസ്സാണ് ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇപ്പോഴും ഉള്ളത്. ആ രീതിയിൽ ഇനിയും നമ്മൾ ഒരുപാട് മുമ്പോട്ട് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമ്മളാൽ കഴിയുന്നത്, കാരണം നമ്മളുടെ ആയുസ്സുള്ളിടത്തോളം കാലം നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത് തന്നെയാണ് എനിക്കിതിനകത്ത് എടുത്തു പറയാവുന്നൊരു കാര്യം. അതിന് ഈ ക്ലബിലെ എല്ലാ മെമ്പർമാരുടെയും എന്താ പറയുക ഒരു മനസ്സ് അതിനോടൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മളോട് ഇതിന് സഹകരിക്കുന്ന 100,000 പേരുണ്ട്. അവരുടെ സഹായങ്ങൾ ഇനിയും നമുക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും ഇത് മുൻപോട്ട് തന്നെ പോകും ജീവനുള്ളിടത്തോളം കാലം. സന്തോഷം.